ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങഞ്ചി കൊണ്ടുള്ള അച്ചാറാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് മാങ്ങഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പുളി വേണം കുറച്ച്, പിന്നെ കായം പൗഡറ്, പിന്നെ കടുക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നല്ലെണ്ണയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് നല്ലെണ്ണ മാത്രമേ ചേർക്കാവൂ, എന്നാലാണ് കുറച്ച് കേട് വരാതിരിക്കുള്ളൂ കുറച്ച് കാലം. ടേസ്റ്റും കൂടുന്നത് നല്ലെണ്ണ ചേർക്കുമ്പോഴാണ്. അപ്പം നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്ന് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പെട്ടെന്ന് മുരിഞ്ഞ് വരുന്നതാണ്, അതുകൊണ്ട് അത് ലാസ്റ്റ് ചേർത്താൽ മതി. പിന്നെ 2 വറ്റൽമുളകും കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ഒന്നായി വരുമ്പോൾ നമ്മുടെ മാങ്ങഞ്ചി ചേർത്ത് കൊടുക്കാം. മാങ്ങഞ്ചി ഒന്ന് നന്നായി വഴന്ന് തന്നെ വേണം. ഈ എണ്ണയിൽ കിടന്നൊന്ന് വേവണം. അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ നല്ലെണ്ണ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങഞ്ചി എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും. ഒന്ന് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ, കളറ് മാറി വന്നത് കാണുന്നില്ലേ? ഇനി നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായി മാങ്ങഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. പച്ചമുളക് പിന്നെ അധികം ഒന്നും വഴന്ന് വരണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാർ പൗഡറും ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. നന്നായി ഇളക്കി മറിച്ച് കൊടുക്കുക. ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനധികം കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. പൊടിയുപ്പും ചെയ്യും. പൊടിയുപ്പ് അധികം ഇടണ്ടേലൊക്കെ വേഗം വാരിയിടും കല്ലുപ്പ്. പിന്നെ വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ലൂസായി വരാനും കേട് വരാതിരിക്കാനും വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കായം പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ പണി കഴിയും. വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ കായ പൗഡർ ചേർക്കുന്നുണ്ട്. വീഡിയോ കണ്ടിരുന്നവർക്കെല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം വരാം.